66 ലക്ഷം രൂപയ്ക്ക് 4 സെന്റിൽ കിഴക്കമ്പലം 2020 പഞ്ചായത്തിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 1550 സ്ക്വയർ ഫീറ്റ് ആണ് വീടിന് വരുന്നത്. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. മെയിൻ റോഡിൽ നിന്നും ഏകദേശം 900 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. വീടിന്റെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നത് വീതിയുള്ള വഴിയാണ്. ഇന്റർലോക്കിംഗ് ടൈലാണ് കംപ്ലീറ്റ് ആയിട്ട് വിരിച്ചിരിക്കുന്നത്. മതിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ഡിസൈൻ ആണ്. വൈറ്റ് ആൻഡ് ഗ്രേ കളർ പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് നോക്കുവാണെങ്കിൽ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ്. മെയിൻ പില്ലറുകളിൽ വന്നിട്ട് ഭംഗിയുള്ള 2 ഷോ ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു എലിവേഷൻ തന്നെയാണ് വീടിന് വരുന്നത്. ബോക്സി ഷേപ്പ് ആണ്. ഫ്രണ്ടിലായിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് വലിയൊരു സ്പേസ് വരുന്നതിന് അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഭംഗിയുള്ള പെയിന്റിങ്ങും ഡിസൈനും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ബാൽക്കണിയുടെ പോർഷനിലും ടോപ്പ് വരുന്ന ഭാഗങ്ങളിലൊക്കെ നോക്കുവാണെങ്കിൽ GA പൈപ്പിന്റെ ഹാൻഡ് റൈൽസ് കൊടുത്തിട്ടുണ്ട്. വീട് കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് കിഴക്കമ്പലം ജംഗ്ഷനിലേക്ക് 3 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് 9.7 കിലോമീറ്റർ, തൃപ്പൂണിത്തുറയിലേക്ക് 19 കിലോമീറ്റർ, ഇടപ്പള്ളിയിലേക്ക് 14 കിലോമീറ്റർ, ആലുവ ഭാഗത്തേക്കാണെങ്കിൽ 11 കിലോമീറ്റർ, എയർപോർട്ടിലേക്ക് വെറും 19 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ ഈസി ആയിട്ട് എത്താവുന്നതാണ്. 2020 പഞ്ചായത്തിൽ വീട് സ്വന്തമാക്കാനായിട്ട് ഒരുപാട് പേരാണ് ആഗ്രഹിക്കുന്നത്. കാമാൻ ക്വയറ്റായിട്ട് താമസിക്കാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനാണ് കിഴക്കമ്പലം എന്ന് പറയുന്നത്. ഒരുപാട് വീടുകളുണ്ട് ഇതിനകത്ത്. എല്ലാ വീടുകളിലും തന്നെ ആളുകൾ താമസമായതാണ്. ഇനി നമ്മൾ പരിചയപ്പെടുത്തുന്ന വീട് കൂടാതെ മറ്റൊരു വീട് കൂടി നമുക്ക് ഇവിടെ സെയിലിനായിട്ടുണ്ട്. 2 വീടിനാണെങ്കിലും നിങ്ങൾ മാർബിൾ ഹോംസിനെ തന്നെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. അപ്പൊ ചുരുക്കത്തിൽ നിങ്ങൾ ഇത്രയൊക്കെ വിശേഷങ്ങൾ അറിഞ്ഞു. നമുക്കിനി ബാക്കി ഒരു ഡീറ്റെയിൽ ലിസ്റ്റിലേക്ക് കടക്കാം. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. മെയിൻ ഗേറ്റ് തുറന്നു നമ്മൾ നേരെ ഈ കോമ്പൗണ്ടിനകത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ മുറ്റം കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ചെറിയ മെറ്റൽ ചിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് 2 കാറുകൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. മെറ്റൽ ചിപ്പുകൾ വിരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ മുറ്റത്ത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ മഴവെള്ളം നമ്മുടെ ഭൂമിയിൽ തന്നെ വീഴുന്ന രീതിയിൽ നല്ലൊരു അറേഞ്ച്മെന്റ് ആണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഡ്രിങ്കിങ് വാട്ടറിനുള്ള സോഴ്സ് വരുന്നുണ്ട്. കിണർ ഇവിടെയാണ്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. കിണറിനെ കണ്ടിന്യൂ ചെയ്ത് വീടിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന ഏരിയ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. കിച്ചണിന്റെ ഭാഗത്തൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വർക്ക് ഏരിയ ചെയ്തെടുക്കാനായിട്ട് നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. കോർണർ ഭാഗത്തായിട്ട് അലക്കുകല്ലും പൈപ്പ് കണക്ഷനും കിട്ടുന്നുണ്ട്. വീടിന്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നോക്കിക്കോളൂ, വളരെ സ്പേഷ്യസ് ആണ്. സെറ്റ് ബാക്ക് നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ചെടികളൊക്കെ നടാനായിട്ട് നല്ല സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള റൈറ്റ് സൈഡും സ്പേഷ്യസ് തന്നെയാണ്. ഇവിടെയും മെറ്റൽ ചിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. നല്ലൊരു വീതിയുള്ള സിറ്റ് ഔട്ട് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 3 ചെയറുകൾ പ്ലേസ് ചെയ്യാൻ ഇവിടെ നമുക്ക് സ്പേസ് കിട്ടുന്നുണ്ട്. പില്ലറിലൊക്കെ ഭംഗിയുള്ള ടെക്സ്ചർ വർക്കാണ് വരുന്നത്. മുകൾ ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോറ് 2 പാളികളായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെയും നമ്മളുടെ ഡോറിന്റെയും ദർശനം വരുന്നത് നോർത്തിലേക്കാണ്, വടക്ക് ഭാഗത്തേക്കാണ് മെയിൻ ഡോറിന്റെയും വീടിന്റെയും ദർശനം വരുന്നത്. ഇവിടെയായിട്ടാണ് വീടിന്റെ ലിവിംഗ് സ്പേസ് വരുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറിൽ ചെറിയൊരു ഗ്രേ ഡിസൈൻ കൂടി വരുന്നുണ്ട്. വിൻഡോസ് നമുക്ക് 2 സൈഡിലായിട്ടാണ് വരുന്നത്. 10 അടി നീളവും 9 അടി വീതിയിലുമാണ് ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് കബോർഡുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ മിഡിൽ പോർഷനിൽ ഒരു നല്ലൊരു ബ്ലൂ ഷെയ്ഡ് കൊടുത്തിട്ട് പ്രൊജക്ഷൻ വരുന്നുണ്ട്. അവിടെയും LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഈ ഒരു എൻട്രൻസ് നോക്കുവാണെങ്കിൽ വുഡൻ ആയിട്ട് ചെയ്തിട്ട് മുകളിലൊക്കെ ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഡൈനിങ് സ്പേസിലേക്കാണ് നമ്മൾ പോകുന്നതിന്റെ ആ ഒരു വഴിക്ക് തന്നെ ഇവിടെയായിട്ടാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ഫുഡ് ലാമ്പ് ഫെസിലിറ്റി നിറയെ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റൈൽസ് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് വരുന്നത്. സ്റ്റെപ്പിന്റെ താഴെയുള്ള ഭാഗം നോക്കുവാണെങ്കിൽ ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നേരെ നോക്കുമ്പോൾ 2 ഡോറുകളൊക്കെ വെച്ച് കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻവെർട്ടേഴ്സ് വെക്കാനും സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനൊക്കെ നമുക്ക് അവിടെ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. അതിനു മുമ്പ് നമുക്ക് ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിലും ലെഗ്രാൻഡിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് ഡൈനിങ്ങും അതുപോലെ ഈ ഒരു ഭാഗത്ത് കിച്ചണും ആണ് വരുന്നത്. എൻട്രൻസ് നിങ്ങൾ നോക്കിക്കോളൂ, ഭംഗിയായിട്ടാണ് 6 ഹാങ്ങിങ് ലൈറ്റ്സ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് മുകൾ ഭാഗത്തൊക്കെ നോക്കിയാലും സൈഡിൽ നോക്കിയാലും കംപ്ലീറ്റ് പാനലിംഗ് ആണ്. ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഒരു പാർട്ടീഷൻ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഓപ്പൺ ഷെൽഫുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിലേക്ക് വരുന്ന സമയത്ത് 14 അടി നീളവും 10 അടി വീതിയുമാണ് ഡൈനിങ് ഹാളിന് കിട്ടുന്നത്.
ഇവിടെ 3 വിൻഡോസും ബാക്കിയുള്ള 3 വിൻഡോസ് ഇവിടെയാണ് വരുന്നത്. ഏകദേശം 6 പേര് അല്ലെങ്കിൽ 7 പേരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. സെറയിലും സൊമാനിയിലും ഒക്കെ ആയിട്ടാണ് ഇവിടുത്തെ സാനിറ്ററി ഐറ്റംസ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് PVC പാനലിംഗ് കൊടുത്ത് സെപ്പറേറ്റ് ഒരു സ്പേസ് ആണ് നമ്മുടെ വാഷ് ബേസിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. താഴെ ഇരിക്കുന്ന സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. താഴെ കബോർഡുകളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. ഡൈനിങ് ഹാളിന്റെ റൂഫിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ എലവേഷന് മാച്ച് ചെയ്യുന്ന ഒരു വർക്ക് തന്നെയാണ് റൂഫിൽ വരുന്നത്. ഭംഗിയായിട്ട് പെയിന്റിങ്സും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ തന്നെയാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി നേരെ കിച്ചൺ കാണാം. കിച്ചൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്താണ് എൻട്രൻസ് വരുന്നത്. ഭംഗിയായിട്ട് തന്നെയാണ് അതിലെ നമുക്ക് 3 ഹാങ്ങിങ് ലൈൻസ് കിട്ടുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. നമുക്ക് കിഴക്കോട്ടൊക്കെ തിരിഞ്ഞ് നിന്ന് കുക്ക് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ കൗണ്ടർ ടോപ്പ് പോർഷൻ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നുണ്ട്. 3 വിൻഡോസ് നമുക്ക് കിട്ടുന്നുണ്ട്. സറൗണ്ടിങ് ഏരിയാസിലൊക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ടൈലാണ്. നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ കളറിലാണ് കിച്ചൺ ക്യാബിനറ്റ്സ് ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയ വർക്കുകൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഡോർ വരുന്നുണ്ട്. തുറന്നു കഴിഞ്ഞാൽ പുറത്തേക്കാണ്. പുറത്ത് നമുക്ക് വർക്ക് ഏരിയ ചെയ്യണമെങ്കിൽ നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ താഴത്തെ ഫ്ലോർ ഒരു ബെഡ്റൂം ആണ് കിട്ടുന്നത്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്. 13 അടി നീളവും 11 അടി വീതിയുമുള്ള നല്ലൊരു ബെഡ്റൂം സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സ്ട്രേറ്റ് വരുമ്പോൾ 3 വിൻഡോസും ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ബാക്കിയുള്ള വിൻഡോസും വരുന്നത്. വാർഡ്രോബുകൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. വൈറ്റ് ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിലും ഭംഗിയുള്ള വർക്കുകളാണ്. ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ആ ഒരു പ്രൊജക്ഷൻ വരുന്ന സ്പേസുകളിലെല്ലാം തന്നെ ബ്ലൂ കളറിലുള്ള പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ചുറ്റിനും LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെ ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഡോറാണ് ബാത്റൂമിന് കൊടുത്തിരിക്കുന്നത്. അകത്തെ ടൈലുകളൊക്കെ നോക്കുവാണെങ്കിൽ ബ്ലൂ ഷെയ്ഡിലും വൈറ്റ് കോമ്പിനേഷനിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ലാൻഡിങ്ങിൽ എത്തുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഗ്രിൽ ഇട്ടിരിക്കുന്നത് കാണാം. അകത്ത് ഗ്ലാസ് ഉണ്ട്. നമ്മുടെ പുറത്തെ എലിവേഷന് ഒരു പരിധി വരെ ഭംഗി കൂട്ടുന്ന ആ ഒരു വർക്കാണ് നമ്മളിപ്പോൾ അകത്തൂടെ കണ്ടിരിക്കുന്നത്. മുകളിൽ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടാണ് ഒരു ഹാങ്ങിങ് ലൈറ്റ് അവിടെ കൊടുത്തിരിക്കുന്നത്. സറൗണ്ടിങ് ഏരിയാസിലൊക്കെ LED സ്ട്രിപ്പുകളുമാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ കുറച്ചൊരു സ്പേസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ അപ്പർ ലിവിംഗ് സ്പേസ് വേറെയും കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി നേരെ റൈറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയായിട്ടാണ് അപ്പർ ലിവിംഗ് ഏരിയ വരുന്നത്. TV വെക്കാനായിട്ടൊക്കെ നല്ല അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് കബോർഡുകളും ഒക്കെ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ടിലെല്ലാം തന്നെ പാനലിംഗ് വർക്കും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് വരുന്നത്. നല്ലൊരു സ്പേസ് തന്നെ നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസിനായിട്ട് കിട്ടുന്നുണ്ട്. 2 ഭാഗത്ത് വിൻഡോസ് വരുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിലും നല്ല രീതിയിലുള്ള വർക്കുകളും ഭംഗിയുള്ള പെയിന്റിങ്സും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് വരുന്നത്. ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്താൽ നേരെ ബാൽക്കണിയിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡിന്റെ വ്യൂ ആണ് ബാൽക്കണിക്ക് കിട്ടുന്നത്. താഴെ നിന്നുള്ള പില്ലറിന്റെ കണ്ടിന്യൂവേഷൻ ആണ് വരുന്നത്. ഇവിടെ എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് റെയിൽസ് കൊടുത്തിട്ടുണ്ട്. റൂഫിലൊക്കെ ആണെങ്കിലും ചെറിയ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി റൈറ്റ് സൈഡ് പോയപ്പോൾ നമ്മൾ അപ്പർ ലിവിംഗ് സ്പേസ് കണ്ടു. ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് താഴെ നമ്മൾ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. മുകളിൽ നമുക്കിനി 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂം നോക്കുവാണെങ്കിൽ 13, 11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 2 ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. വാർഡ്രോബുകളെല്ലാം തന്നെ ഈ ഒരു ഭാഗത്താണ് ചെയ്തിരിക്കുന്നത്. താഴെ കണ്ടതുപോലെ വൈറ്റ് ആൻഡ് വുഡൻ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിലും ഭംഗിയുള്ള പെയിന്റിങ്സും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. നല്ലൊരു ഡിസൈൻ ആണ് ഡോറിന് വരുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിൽ നല്ലൊരു ഡിസൈൻ ആണ് ടൈലുകൾക്ക് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് കാണാനുള്ളത്. 10 അടി നീളവും 9.5 അടി വീതിയിലുമാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെയും 2 സ്ഥലത്തായിട്ട് 3 വിൻഡോസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു വാർഡ്രോബും കിട്ടുന്നുണ്ട്. റൂഫിലും നേരത്തെ കണ്ടതുപോലെ ഭംഗിയുള്ള ഡിസൈനുകളും പെയിന്റിങ്ങും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കിട്ടുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഇവിടെ നോക്കുവാണെങ്കിൽ ഗ്രേ ആൻഡ് വൈറ്റ് നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ടൈലുകളൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കണ്ട 3 ബാത്റൂമുകളും നല്ല രീതിയിൽ തന്നെ സ്പേഷ്യസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസും കൂടെയാണ് കാണാനുള്ളത്. ഡോർ തുറന്ന് നേരെ ഇറങ്ങുന്നത് യൂട്ടിലിറ്റിയിലേക്കാണ്. ഫ്ലോർ ടൈലുകളൊക്കെ വുഡൻ ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. സൈഡും റൂഫും എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് കാണാം. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്.
എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം 2020 പഞ്ചായത്തിന്റെ അണ്ടറിലുള്ള ഒരു വീടാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ സ്ഥലത്തേക്കും ഈസി ആക്സസ് ആണ്. ഒരുപാട് വില്ലകളുണ്ട്. എല്ലാ വീടുകളിലും ആളുകൾ താമസമായതാണ്. മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 900 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ലാൻഡ് നോക്കുവാണെങ്കിൽ 4 സെന്റ് ആണ്. 1550 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളാണ് ഈ ഒരു വീടിനുള്ളത്. വെൽ വാട്ടർ ഉണ്ട്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. 4 സെന്റ് ഓഫ് ലാൻഡിൽ 1550 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 66 ലക്ഷം രൂപയാണ്. 66 ലാക്സ് എന്നുള്ള ഇതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി നിങ്ങൾ വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് ഞങ്ങൾ വാങ്ങിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ലോൺ വ്യവസ്ഥയിൽ ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ ഞങ്ങൾ തന്നെ ഈസി ടേംസ് ആൻഡ് കണ്ടീഷനിൽ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ. നിങ്ങൾക്കറിയാം, കിഴക്കമ്പലം 2020 പഞ്ചായത്ത് എല്ലാവർക്കും താമസിക്കാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. നല്ല വീതിയുള്ള റോഡുകളും അധികം ട്രാഫിക് ബ്ലോക്കും ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇവിടെ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വീടുകൾ വന്നാൽ പെട്ടെന്ന് സെയിൽ ആവുകയും ചെയ്യും. ഒട്ടും താമസിക്കേണ്ട, സ്ക്രീനിൽ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലുള്ള ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.